ശരി, ശ്രീ ജിൻഷാദ്, താങ്കളുടെ അഭിപ്രായം കൂടി ഒന്ന് ആരാഞ്ഞ ശേഷം നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ എന്ന സംഘടന പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്റെ കൂടി ഭാഗമായിട്ടുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സംഘടനയെന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത് എങ്കിൽ പോലും ഇന്ന് അണിനിരുന്ന നേതാക്കളുടെ ഒരു പട്ടികയെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ വലിയ ജനപങ്കാളിത്തം ഈ പ്രതിഷേധത്തിനുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അടക്കം ആളുകളെ എത്തിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതിപ്പോൾ തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണല്ലോ. അവിടേക്ക് കൃത്യമായി അച്ചടക്കത്തോടുകൂടി സംഘടനാ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു വലിയ വിജയമായി ഈ പ്രതിഷേധത്തെ മാറ്റാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടില്ലേ? ശ്രീ അഭിലാഷ്, ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ മനുഷ്യ ചങ്ങല അത് അവർ പ്രഖ്യാപിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നാണ്. അതെ. അപ്പോ ഏകദേശം ഒരു 850 കിലോമീറ്റർ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 850 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 8,50,000 മീറ്റർ. ഒരു മനുഷ്യന് 1 മീറ്റർ എന്ന കണക്കിൽ നമുക്കെടുത്താൽ 8,50,000 പേർ ഇതിൽ പങ്കെടുക്കണം. ഇത് പൂർണ്ണമാകണമെങ്കിൽ. അപ്പൊ തന്നെ അഭിലാഷിന് കാര്യം മനസ്സിലായി കാണുമല്ലോ, ഈ ചങ്ങല പൊട്ടി എന്നുള്ളതിൽ യാതൊരു തർക്കം വേണ്ട. ഈ ചർച്ചയുടെ ഇടയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീനിന്റെ വലതുഭാഗത്തായി ഒരു ദൃശ്യങ്ങൾ പോയിരുന്നു. അതിലിങ്ങനെ 1 മീറ്റർ അകലമൊന്നുമില്ല, ആളുകൾ തമ്മിൽ വളരെ ചേർന്ന് കൈകോർത്തുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങൾ നോക്കാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ലെന്നേ. അതിപ്പോ ഏതെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ചേർന്നൊക്കെ നിൽക്കണ്ടാവും. ഞാനിതിപ്പോ ആലപ്പുഴയില് ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ മാർച്ച് കഴിഞ്ഞ് ഞാൻ വരുമ്പോ ആലപ്പുഴയും ചേർത്തലയും അരൂരും എല്ലാം ഞാനിത് കണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ചാനലിന്റെ കയ്യില് ചേർത്തലയിലും ആലപ്പുഴയിലും അരൂരിലെയും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച പരിപാടിയിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ ചെറുപ്പക്കാർ ഡിവൈഎഫ്ഐയോട് വിമുഖത കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ 90% ഡിവൈഎഫ്ഐക്കാരല്ലാത്തവരാണ് ഈ ചങ്ങലയിൽ പങ്കെടുത്തത്. അതും എന്തുമാകട്ടെ, അവരുടെ പാർട്ടിയുടെ ഭാഗമായി പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഞാൻ ചോദിച്ചത് ഇതൊരു കേരളത്തിന്റെ പരിച്ഛേദമായി മാറിയോ എന്നുള്ളത്. അല്ല, ഞാൻ പറയുന്നത് പരിച്ഛേദത്തിന്റെ അല്ല. ഡിവൈഎഫ്ഐ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു 50% ചെറുപ്പക്കാരും പങ്കെടുക്കണമല്ലോ. അത് നമ്മൾ കണ്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യ ചങ്ങല അതൊരു തുരുമിച്ച ചങ്ങലയാണ് എന്നതിൽ ആർക്കാണ് ഇപ്പോൾ തർക്കമുള്ളത്? ആ ചങ്ങലയുടെ രണ്ടറ്റവും കൂട്ടിമുട്ടാത്ത ഒരു സാഹചര്യം. മോദിയെ കണ്ടാൽ പേടിച്ച് മുട്ടുപറക്കുന്ന കുറെ മനുഷ്യരുടെ ഒരു ചങ്ങല. ഈ ചങ്ങല കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമാണുള്ളത്? എന്നൊക്കെ CPM-ന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടോ? പ്രത്യേകിച്ച് കേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ചെറുപ്പക്കാരുടെ തലയടിച്ച് പൊട്ടിച്ചതിന്റെ പേരിൽ എന്നൊക്കെ ഇവർക്ക് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടോ? അന്ന് ഇവർ ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് കേരളത്തിലെ SFI-യും ഡിവൈഎഫ്ഐയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യ ചങ്ങലയും ഈ അവരുടെ പാർട്ടി പ്രവർത്തകരെ ഓണാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മനം മടുത്ത് നിൽക്കുന്ന പ്രവർത്തകരെ ഒന്ന് സജീവമാക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തുന്ന ചെപ്പടി വിദ്യയാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 9.25 കൊല്ലമായി മോദി സർക്കാർ രാജ്യം ഭരിക്കുന്നു. ഇപ്പോഴാണോ ഈ ഡിവൈഎഫ്ഐക്ക് സമരം ചെയ്യാൻ തോന്നിയത്? 7.5 കൊല്ലമായി ഈ മോദി സർക്കാർ ഭരിക്കുന്ന 9.25 കൊല്ലത്തിൽ 7.5 കൊല്ലമായി പിണറായി വിജയന്റെ സർക്കാർ കേരളം ഭരിക്കുന്നു. ഈ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ കേരളത്തിൽ എന്ത് സമരമാണ് നടത്തിയിട്ടുള്ളത്? എത്ര കേന്ദ്ര സ്ഥാപനങ്ങളിലേക്ക് ഇവർ സമരം നയിച്ചിട്ടുണ്ട്? ഇവരുടെ ക്യാമ്പയിൻ എന്തായിരുന്നു? ഇവർക്ക് ഒന്നും ഉണ്ടായില്ലെന്നേ. ഇവർക്കൊക്കെ അന്ന് ലാവലിന്റെ കാര്യം വരുമ്പോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം വരുമ്പോ ഇവർ ഓരോ തട്ടിപ്പ് വെട്ടിപ്പുമായിട്ട് ഇറങ്ങും. പിന്നെ അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ BJP-ക്കെതിരെ സമരം ചെയ്യുന്നത് ആരാണെങ്കിലും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരെ നമ്മൾ മാനസികമായി പിന്തുണയ്ക്കും. അതിൽ തർക്കമില്ല. പക്ഷേ ഞാൻ പറയുന്നത് ആത്മാഭിമാനമുള്ള ഒരു ഡിവൈഎഫ്ഐക്കാരൻ ഈ സമരത്തിൽ പങ്കെടുക്കൂ. കാരണം ഈ സമരത്തിൽ ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐയുടെ ആളുകൾ, പാവപ്പെട്ട CIT-കാർ, പാവപ്പെട്ട SFI-യുടെ അല്ലെങ്കിൽ CPM-ന്റെ സാധാരണ പ്രവർത്തകർ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ നരേന്ദ്രമോദിയെ കാണുമ്പോൾ മുട്ടുകുത്തി നടുവളച്ച് കൈകൂപ്പി ഈ യജമാനെ കാണുന്ന ലാഘവത്തോടെ. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതിനെ കൂടിയായിരിക്കാം താങ്കൾ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. അതൊക്കെ ഒരു ആതിഥ്യ മര്യാദ കൂടിയുള്ള സംസ്ഥാനമാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക്